പിണറായിയെയും പിണറായി വിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇവിടെ ഉന്നയിച്ചതാണ്. കേരളത്തിൽ വന്നിട്ട് പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഇന്നലെയാണ് VD സതീശൻ മുഖ്യമന്ത്രി അവിടെ എത്തിയത്. യഥാർത്ഥത്തിൽ BJPയും UDFും ഒരേപോലെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പിണറായിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ വന്നിട്ട് ഈ കാര്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ ജയിലിലടക്കാൻ കോൺഗ്രസ് നൽകിയ പെറ്റീഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേന്ദ്ര ഭരണാധികാരികൾ നരേന്ദ്രമോദി നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചത്. പിന്നീട് ഈ ആരോപണങ്ങളൊന്നും കഴമ്പുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ച് ഡൽഹി ഹൈക്കോടതി ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാവന ചമച്ചാൽ അത് കുറ്റപത്രമാവില്ല എന്ന് കോടതി, ഡൽഹി ഹൈക്കോടതി തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുകയുണ്ടായി. ഈ ഭാവന ചമക്കലാണ് കേരളത്തിലും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സീമാറലുമായി ബന്ധപ്പെട്ട കേസ് വീണ വിജയൻ്റെ എക്സലോജിക് സ്ഥാപനവുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കരാർ, അതുവഴി ബാങ്ക് വഴി 1.72 ലക്ഷം കോടി, 1,72,00,000 എല്ലാ നിയമപരമായ വഴികളും സ്വീകരിച്ച് എല്ലാ നികുതികളും ഒടുക്കി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ കേസിൻ്റെ അടിസ്ഥാനം. ഇന്ന് കേരള നിയമസഭയിലെ 2 മന്ത്രിമാർ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് പേരുള്ളവരാണ് എന്നും ആ പേരുള്ളവർ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് ഇല്ല. ഇവിടെ വിജിലൻസ് കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസുണ്ടാവുകയും തീർപ്പാക്കി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പലതും. മാത്യു കുഴനാടനെ പറ്റി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി തന്നെ പരാമർശം നടത്തിയത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ ഉള്ളതാണ്. 2-3 ഏജൻസികളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുവന്നത്. ഒന്ന് ED ആണ്, മറ്റൊന്ന് ഇൻകം ടാക്സ് വിഭാഗമാണ്, SFIO ആണ്, പിന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇവരെല്ലാം അന്വേഷിച്ചിട്ടുള്ളതാണ്. എല്ലാ അന്വേഷണത്തിലും പൂർണ്ണമായി സഹകരിക്കുന്ന നിലപാടാണ് വീണ വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്.
അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ള വന്ന ഓരോന്നിനോടും സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ രീതിയിലുള്ള ഒരു കടന്നാക്രമം അവർ പ്ലാൻ ചെയ്തത്. ഹൈക്കോടതി തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, വീണ വിജയന് സംസ്ഥാന ഗവൺമെന്റോ പിണറായി വിജയൻ തന്നെയോ ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസ്, ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മകളായി പോയി എന്നുള്ളതുകൊണ്ട് അച്ഛൻ്റെ പേരിൽ കേസെടുക്കുന്നതിന് വേണ്ടി ഒരു വഴിയും അവരുടെ മുമ്പിൽ ഇല്ല. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു FIR ഇടാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത്. FIR ഇല്ല അതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ കേസ് അന്വേഷിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. പിണറായി വിജയൻ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായിട്ട് വന്നത് വലിയ സഹനം, വലിയ കടന്നാക്രമം എല്ലാം സഹിച്ചുകൊണ്ടാണ്. അടിയന്തരാവസ്ഥയിൽ സഖാവ് പിണറായി വിജയനെ പോലീസ് മൃഗീയമായിട്ട് മർദ്ദിച്ച് ശരീരഭാഗങ്ങൾ മുഴുവൻ അടിച്ച് തകർത്ത് കാലുകളൊക്കെ അടിച്ച് പൊളിച്ച് മാസങ്ങളോളം ചികിത്സ വേണ്ടി വന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്.